മതപ്രചാരണത്തിനായി ക്രിസ്ത്യൻ മിഷണറിമാർ ആരംഭിച്ച നാട്ടുഭാഷാ പത്രങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിൽ കവിഞ്ഞ മാറ്റമാണ് കേരളീയ സാമൂഹിക വ്യവസ്ഥിതിയിൽ സൃഷ്ടിച്ചത്. 1847 ജൂണിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിലെ ബാസൽ മിഷൻ പള്ളിയിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരമാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ പത്രങ്ങൾക്കെല്ലാം തന്നെ വഴികാട്ടിയത്. മത, ജാതി, രാഷ്ട്രീയ സംഘടനകളെല്ലാം രൂപവൽക്കരണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു പത്രവും വിഭാവനം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയതിനു പിന്നിൽ കേരളീയ സമൂഹത്തിൽ ഈ മാധ്യമം സൃഷ്ടിച്ച സ്വാധീനം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. സാമൂഹ്യ നവോത്ഥാനത്തിൽ പത്രങ്ങൾ വലിയ പങ്കുവഹിക്കുകയും ചെയ്തു. അവയിൽ ഭൂരിഭാഗവും പിന്നീട് പ്രസിദ്ധീകരണം നിലച്ച് ചരിത്രാവശേഷമായി മാറി. അത്തരത്തിൽ പ്രസിദ്ധീകരണം നിലച്ചതും ഇന്നും പ്രസിദ്ധീകരണം തുടരുന്നതുമായ പത്രങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. മലയാള ഭാഷയിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർട്ടാണ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നും 1847 ജൂണിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച രാജ്യസമാചാരം 1850 ഡിസംബർ വരെ 42 ലക്കങ്ങൾ പുറത്തിറക്കി. നെട്ടൂരിലെ കല്ലച്ചിൽ അച്ചടിച്ച രാജ്യസമാചാരത്തിൻ്റെ പകർത്തിയെഴുത്തും മുദ്രണവും ബാസൽ മിഷൻ പള്ളിയിലെ മുറിയിലാണ് നടന്നത്. കൈകൊണ്ടെഴുതിയ കല്ലച്ചുകൾ തയ്യാറാക്കിയത് ഡി കണ്യൻകടു എന്ന തമിഴ് ക്രിസ്ത്യാനിയായിരുന്നു. മാസികയായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന രാജ്യസമാചാരം ക്രിസ്തുമത ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയ പത്രമായിരുന്നു. സൗജന്യമായി പ്രസിദ്ധീകരിച്ചിരുന്ന രാജ്യസമാചാരത്തിൽ പത്രാധിപൻ്റെ പേര് കൊടുത്തിരുന്നില്ല. രാജ്യസമാചാരത്തിനു മുൻപ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ ഗുണ്ടർട്ട് സ്ഥാപിച്ച ലിത്തോഗ്രാഫ് അച്ചുകൂടത്തിൽ നിന്നും മലയാള പഞ്ചാംഗം എന്നൊരു മാസിക കുറച്ചു കാലം പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും രാജ്യസമാചാരം തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രമായി കണക്കാക്കുന്നത്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചിരുന്നതും ഹെർമൻ ഗുണ്ടർട്ടായിരുന്നു. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നും 1847 ഒക്ടോബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ച പശ്ചിമോദയം 1851 ഓഗസ്റ്റ് വരെ പ്രസിദ്ധീകരണം തുടർന്നു. പശ്ചിമോദയത്തിൻ്റെ പത്രാധിപർ ഗുണ്ടർട്ടിൻ്റെ ശിഷ്യനായ ജോൺ ഫ്രെഡറിക് മുള്ളർ ആയിരുന്നു. രാജ്യസമാചാരം ക്രിസ്തുമതാശയങ്ങൾക്ക് ഊന്നൽ നൽകിയപ്പോൾ പശ്ചിമോദയം ശാസ്ത്രബോധത്തിനും പൊതുവിജ്ഞാനത്തിനും പ്രാധാന്യം നൽകി. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക എന്ന് പശ്ചിമോദയത്തെ വിശേഷിപ്പിക്കുന്നു. ജ്യോതിഷം, ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങളും പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. 1 ലക്കത്തിന് 2 പൈസയായിരുന്നു പത്രത്തിൻ്റെ വില. ഗുണ്ടർട്ടിൻ്റെ കേരളപഴമ, കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പശ്ചിമോദയത്തിലാണ്. മലയാളത്തിലെ മൂന്നാമത്തെ പത്രമായ ജ്ഞാനനിക്ഷേപം തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രമാണ്. കോട്ടയത്തെ CMS പ്രസ്സിൽ നിന്നുമാണ് പത്രം പ്രസിദ്ധീകരിച്ചത്. അച്ചുകൂടത്തിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യത്തെ മലയാള പത്രമാണ് ജ്ഞാനനിക്ഷേപം. റവറൻഡ് ജോർജ് മാത്തൻ അഥവാ ഗീവർഗീസ് കത്തനാർ, ആർച്ച് ഡീക്കൻ കോശി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പത്രം പുറത്തിറങ്ങിയത്. ചിത്രങ്ങളോടുകൂടി വിഷയവിവരങ്ങൾ നൽകിയ ആദ്യ മലയാള പത്രമായിരുന്നു ജ്ഞാനനിക്ഷേപം. ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചു ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത് ജ്ഞാനനിക്ഷേപത്തിലാണ്. വിജ്ഞാന വിതരണത്തോടു കൂടി തന്നെ ക്രിസ്തുമത വിശ്വാസ വ്യാപനവും ലക്ഷ്യമാക്കിയിരുന്ന ജ്ഞാനനിക്ഷേപം ഇടയ്ക്ക് മുടങ്ങിയെങ്കിലും ഇന്നും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട പത്രമാണ് മിതവാദി. തലശ്ശേരിയിലെ ഒരു വ്യാപാരിയായിരുന്ന ടി ശിവശങ്കരൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന പത്രമായിരുന്നു മിതവാദി. 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാരതീയ നേതാക്കന്മാരെ മിതവാദികളെന്നും തീവ്രവാദികളെന്നും ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചതിൽ നിന്നാണ് പത്രത്തിന് മിതവാദി എന്ന പേര് സ്വീകരിച്ചത്. 1907 മൂർക്കോത്ത് കുമാരൻ്റെ പത്രാധിപത്യത്തിൽ തലശ്ശേരിയിലെ വിദ്യാവിലാസം അച്ചുകൂടത്തിൽ നിന്നും മുദ്രണം ചെയ്ത മിതവാദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായി തയ്യാറാക്കിയത് മൂർക്കോത്ത് കുമാരനായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി കേരളത്തിൽ സ്ഥാപിച്ച വ്യക്തിയും മൂർക്കോത്ത് കുമാരനാണ്. മഹാകവി കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യമായ വീണപൂവ്
ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലായിരുന്നു. 1913 മൂർക്കോത്ത് കുമാരൻ പത്രാധിപ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പത്രത്തിൻ്റെ സർവ്വ അവകാശങ്ങളും സി കൃഷ്ണൻ സ്വന്തമാക്കുകയും മിതവാദി തീയരുടെ വക ഒരു മലയാള മാസിക എന്ന പേരിൽ കോഴിക്കോട് നിന്നും പുനരാരംഭിക്കുകയും ചെയ്തു. സി കൃഷ്ണൻ തന്നെയായിരുന്നു പത്രാധിപരും. അതോടെ സി കൃഷ്ണൻ മിതവാദി കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തീയരുടെ ബൈബിൾ എന്നും അധസ്ഥിതരുടെ ബൈബിൾ എന്നും മിതവാദിയെ വിശേഷിപ്പിക്കാറുണ്ട്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമായിരുന്നു മിതവാദി. ഞാൻ ചിലതെഴുതി, അത് ചിലർക്ക് രസിച്ചു. ഞാൻ പിന്നെയും എഴുതി, അത് ചിലരെ മുഷിപ്പിച്ചു. അവർ എന്നെ കുത്തിയെഴുതി, ഞാനും കുത്തിയെഴുതി എന്ന് പറഞ്ഞ പത്രാധിപർ മൂർക്കോത്ത് കുമാരനാണ്. അടുത്ത പത്രമാണ് മലയാളി. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ മലയാളികൾ നേരിടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് മലയാളി സോഷ്യൽ റീഫോം ലീഗ് എന്ന സംഘടന സി കൃഷ്ണപിള്ള, പി താണുപിള്ള എന്നിവർ ചേർന്ന് രൂപവൽക്കരിച്ചു. ഈ സംഘടന പിന്നീട് മലയാളി സഭയായി മാറി. സഭയുടെ മുഖപത്രമായിരുന്നു മലയാളി. മലയാളത്തിലെ ആദ്യത്തെ സാമുദായിക പത്രമാണ് മലയാളി. 1886 മലയാളിയുടെ ആദ്യ ലക്കം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചു. മലയാളിയുടെ ആദ്യ പത്രാധിപർ പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു. എന്നാൽ ലേഖനങ്ങൾ അധികവും എഴുതിയിരുന്നത് സി വി രാമൻപിള്ളയായിരുന്നു. പിന്നീട് പത്രാധിപത്യം സി വി രാമൻപിള്ള ഏറ്റെടുത്തു. 1891 രൂപം കൊണ്ട മലയാളി മെമ്മോറിയലിന് പ്രചാരണം നൽകിയത് മലയാളി പത്രമായിരുന്നു. മെമ്മോറിയലിൻ്റെ ഭാഗമായി ഉയർന്നുവന്ന തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം കൂടുതൽ പ്രസിദ്ധി നേടിയത് മലയാളി എന്ന പത്രത്തിലൂടെയായിരുന്നു. കേരളൻ എന്ന തൂലികാനാമത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആദ്യമായി ലേഖനങ്ങൾ എഴുതിയത് മലയാളിയിലാണ്. ഇത് മലയാളിയുടെ പ്രചാരം വർദ്ധിപ്പിക്കുകയും രാമകൃഷ്ണപിള്ളയെ മലയാളിയുടെ പത്രാധിപത്യത്തിലെത്തിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റിയതോടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയാളി കുറച്ചുകാലം പുറത്തിറങ്ങി. വിവേകോദയം SNDP യോഗത്തിൻ്റെ മുഖപത്രമായിട്ട് തുടങ്ങിയതാണ് വിവേകോദയം. 1904 ഏപ്രിലിൽ തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരണം തുടങ്ങിയത്. യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മഹാകവി കുമാരനാശാനായിരുന്നു വിവേകോദയത്തിൻ്റെ പത്രാധിപർ. പൂർവ്വ പുരുഷന്മാരെയും പുരാതന കുടുംബങ്ങളെയും സംബന്ധിച്ച ഐതിഹ്യങ്ങൾ, സമുദായത്തിലെ മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ തുടങ്ങിയവയും ഇതിൻ്റെ മുഖ്യ പ്രതിപാദ്യ വിഷയങ്ങളായിരുന്നു. കേരളത്തിലെ അവർണ ജനവിഭാഗത്തെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ വിവേകോദയം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ഈഴവ ഗസറ്റ് എന്ന് വിവേകോദയത്തെ വിശേഷിപ്പിക്കാറുണ്ട്. മഹാകവി വള്ളത്തോളിൻ്റെ മഹാകാവ്യമായ ചിത്രയോഗം, ഉള്ളൂരിൻ്റെ മഹാകാവ്യമായ ഉമാകേരളം, പന്തളം കേരളവർമ്മയുടെ രുക്മംഗത ചരിതം എന്നീ കൃതികൾ സംസ്കൃത കാവ്യങ്ങളുടെ സ്വാധീനത്താൽ രചിക്കപ്പെട്ടതാണെന്ന് കാട്ടി ആശാൻ വിവേകോദയത്തിൽ വിമർശിക്കുകയുണ്ടായി. പഠനാർഹങ്ങളും പ്രചോദനാത്മകവുമായ ഒട്ടേറെ ലേഖനങ്ങൾക്ക് പുറമെ സമുദായ പരിഷ്കരണം, ആചാര പരിഷ്കരണം, വിദ്യാലയ പ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവയും വിവേകോദയത്തിൻ്റെ മുഖപ്രസംഗങ്ങളിലൂടെ കടന്നുപോയ വിഷയങ്ങളായിരുന്നു. ഇന്ന് പ്രചാരത്തിലുള്ള എണ്ണപ്പെട്ട ഒരു സാംസ്കാരിക സമുദായ മാസികയാണ് വിവേകോദയം. അടുത്തതാണ് നസ്രാണി ദീപിക. 1887 ഏപ്രിലിൽ കോട്ടയത്തെ മാന്നാനത്ത് നിന്നും നിധീരിക്കൽ മാണി കത്തനാരുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് നസ്രാണി ദീപിക. ക്രിസ്തുമത വിശ്വാസികളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പത്രം പ്രസിദ്ധീകരിച്ചതെങ്കിലും തിരുവിതാംകൂറിലെ ജനങ്ങളുടെ സാമുദായികവും രാഷ്ട്രീയവുമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിലും നസ്രാണി ദീപിക ശ്രദ്ധ ചെലുത്തിയിരുന്നു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, AR രാജരാജവർമ്മ, KC കേശവപിള്ള എന്നിവർ പത്രത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. നസ്രാണി ദീപിക ദിനപത്രമായത് 1927 മുതലാണ്. 1938 പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം മാന്നാനത്ത് നിന്നും കോട്ടയത്തേക്ക് മാറ്റിയതോടെ നസ്രാണി ദീപിക ദീപികയായി പേര് ചുരുക്കി.
ഇന്ന് പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന മലയാള പത്രമാണ് ദീപിക. ഇൻ്റർനെറ്റ് എഡിഷൻ 1997 ആരംഭിച്ച ആദ്യ മലയാള പത്രവും ദീപിക തന്നെ. സ്വദേശാഭിമാനി. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയും സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയും മലയാള പത്രലോകത്തിനും കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും ഒരിക്കലും വിസ്മരിക്കാനാകാത്ത വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ മനസ്സൊന്നാണ്, ഹൃദയമൊന്നാണ്, വികാരമൊന്നാണ്, വഴിയൊന്നാണ് എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത പത്രമുടമ അതായിരുന്നു വക്കം മൗലവി. ഞാനൊരു കച്ചവടക്കാരനല്ല, സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ് ഞാൻ പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടെ വക്കം മൗലവി 1905 ജനുവരി 19 ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. ചിറയൻകീഴ് CP ഗോവിന്ദപിള്ള പ്രഥമ പത്രാധിപരായി 5 തെങ്ങിൽ നിന്നുമാണ് പത്രം പ്രസിദ്ധീകരിച്ചത്. കെ രാമകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം 1906 ജനുവരിയിൽ വക്കത്തേക്ക് മാറ്റി. 1907 പത്രവും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറി. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകയില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചിരുന്ന സ്വദേശാഭിമാനി രാജഭരണത്തെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും ഒരുപോലെ വിമർശിച്ചു. പൗരാവകാശത്തിനും ജനാധിപത്യത്തിനും വേണ്ടി തൂലിക ചലിപ്പിച്ച പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള. രാജഭരണത്തെക്കുറിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങൾ സ്വദേശാഭിമാനിയെ തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരിയുടെ കണ്ണിലെ കരടാക്കി മാറ്റി. തുടർന്ന് പത്രവും അച്ചുകൂടവും തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടാൻ തീരുമാനിച്ചു. പത്രാധിപർ രാമകൃഷ്ണപിള്ളയെ 1910 സെപ്റ്റംബർ 26 തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. വിദേശ വാർത്തകൾക്ക് വേണ്ടി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ ഭാരതീയ പത്രമായിരുന്നു സ്വദേശാഭിമാനി. സമദർശി. തിരുവനന്തപുരത്ത് കമലാലയം ബുക്ക് ഡിപ്പോയുടെയും പ്രസ്സിൻ്റെയും ഉടമസ്ഥനായിരുന്ന കുളക്കുന്നത്ത് രാമൻ മേനോൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നും 1918 ആരംഭിച്ച പത്രമാണ് സമദർശി. കുന്നത്ത് ജനാർദ്ദന മേനോനായിരുന്നു ആദ്യത്തെ പത്രാധിപർ. വാരികയായിട്ടാണ് സമദർശി ആരംഭിച്ചത്. അക്കാലത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സമദർശി നിശിതമായി വിമർശിച്ചിരുന്നു. ചില സംഭവങ്ങളിൽ പത്രാധിപരും ഉടമസ്ഥനും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കുന്നത്ത് ജനാർദ്ദന മേനോൻ പത്രാധിപത്യം രാജിവെക്കുകയും 1922 എ ബാലകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ സമദർശി പ്രസിദ്ധീകരണം തുടരുകയും ചെയ്തു. പിൽക്കാലത്ത് എ ബാലകൃഷ്ണപിള്ള കേസരി ബാലകൃഷ്ണപിള്ള എന്ന പേരിൽ പ്രശസ്തനായി തീർന്നു. അക്കാലത്താണ് ലോകപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ബാലകൃഷ്ണപിള്ളയുടെ മുഖപ്രസംഗങ്ങൾ തിരുവിതാംകൂർ ഭരണത്തിനെതിരെയുള്ള വെല്ലുവിളികളായിരുന്നു. തിരുവിതാംകൂർ ദിവാൻ M.E. വാട്സ് സമദർശിയെ നിയന്ത്രണത്തിലാക്കാൻ 5ാം റെഗുലേഷൻ എന്ന പേരിൽ ഒരു പത്ര നിയമം കൊണ്ടുവന്നു. നിയമത്തിന് അനുസരണമായി ലേഖനങ്ങൾ മാറാത്തതിനാൽ പത്രാധിപർ സ്ഥാനത്ത് നിന്നും ബാലകൃഷ്ണപിള്ളയെ മാറ്റി. അടുത്ത പത്രമാണ് അൽ-അമീൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് 1924 ഒക്ടോബറിൽ ആരംഭിച്ച പത്രമാണ് അൽ-അമീൻ. കോഴിക്കോട്ട് നിന്നായിരുന്നു പ്രസിദ്ധീകരണം. അൽ-അമീൻ എന്ന അറബിക് പദത്തിനർത്ഥം വിശ്വസ്തൻ എന്നാണ്. ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ ദേശീയ ബോധം വളർത്തുക, കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങളും പരിവർത്തനങ്ങളും മുസ്ലിം സമുദായത്തിൽ ഉളവാക്കുന്നതിനും പ്രചോദനം നൽകുക എന്നതായിരുന്നു അൽ-അമീനിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. മറ്റുള്ള പത്രങ്ങൾ സർക്കാരിൽ നിന്നുമുള്ള എതിർപ്പിനെ മാത്രം നേരിടുമ്പോൾ അൽ-അമീൻ സർക്കാരിൻ്റെയും മുസ്ലിം യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെയും എതിർപ്പുകളെ ഒന്നുപോലെ നേരിടേണ്ടി വന്നു. അൽ-അമീൻ്റെ നേർക്കുണ്ടായ ഗവൺമെൻറ്റിൻ്റെ എതിർപ്പ് പലപ്പോഴും അതിൻ്റെ പ്രസിദ്ധീകരണം മുടങ്ങാൻ കാരണമായിട്ടുണ്ട്. 1930 അൽ-അമീൻ അച്ചടിച്ചിരുന്ന പ്രസ് ഒരു ഓർഡിനൻസ് മൂലം ഗവൺമെൻറ് കണ്ടുകെട്ടിയെങ്കിലും പിന്നീട് പ്രസിദ്ധീകരണം തുടർന്നു.
1939 കോൺഗ്രസും യുദ്ധവും എന്ന ശീർഷകത്തിൽ ബ്രിട്ടന്റെ യുദ്ധശ്രമങ്ങളോട് തീർത്തും നിസ്സഹകരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുഖപ്രസംഗം അൽ-അമീന്റെ പ്രസിദ്ധീകരണത്തെ നിരോധിക്കുന്നതിനിടയാക്കി. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അനുയായികൾ അൽ-അമീൻ പുനരാരംഭിക്കുകയും കോഴിക്കോട്ട് നിന്ന് തന്നെ സായാഹ്ന പത്രമായി നടത്തുകയുമുണ്ടായി. പ്രഭാതം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള കമ്മിറ്റിയുടെ മുഖപത്രമായിട്ടാണ് ഷൊർണൂരിൽ നിന്ന് പ്രഭാതം ആരംഭിച്ചത്. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പത്രാധിപരും രാമചന്ദ്രൻ നെടുങ്ങാടി മാനേജറുമായിരുന്ന പ്രഭാതം ഒരു വാരികയായിട്ടായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രമായ പ്രഭാതം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം കർഷക, തൊഴിലാളി, അധ്യാപക, വിദ്യാർത്ഥി സംഘടനകൾ കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകുകയും ഈ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്നു. ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിലേറ്റിയതിനെക്കുറിച്ച് ചൊവ്വര പരമേശ്വരൻ എഴുതിയ ഒരു കവിത പ്രസിദ്ധീകരിച്ചതിന് അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് ജാമ്യം ആവശ്യപ്പെടുകയും ജാമ്യം നൽകാത്തതിനെ തുടർന്ന് പത്രത്തിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. അതോടെ പത്രം നിന്നുപോയി. പിന്നീട് 1938 ലൈസൻസ് മടക്കി കിട്ടിയപ്പോൾ കോഴിക്കോട്ട് നിന്ന് പ്രഭാതം പുനഃപ്രസിദ്ധീകരിച്ചെങ്കിലും അധികനാൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. അടുത്തതാണ് സർവീസ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആശയങ്ങളും ആദർശങ്ങളും പരിപാടികളും പ്രചരിപ്പിക്കുന്നതിന് 1919 കറുകച്ചാലിൽ നിന്ന് കണ്ണൻ നായരുടെ പത്രാധിപത്യത്തിലും പെരുമ്പഴന്തൂർ ഗോവിന്ദപിള്ളയുടെ മാനേജ്മെന്റിലും ആരംഭിച്ച പത്രമാണ് സർവീസ്. നായർ സമുദായ പുരോഗതിക്ക് അതുല്യ സേവനം കാഴ്ചവെച്ച പത്രമാണ് സർവീസ്. കുറച്ചു കാലത്തിന് ശേഷം പ്രസിദ്ധീകരണം ചങ്ങനാശ്ശേരിയിലേക്കും പിന്നീട് 1921 തിരുവനന്തപുരത്തേക്കും മാറ്റി. നായർ റെഗുലേഷൻ അനുകൂലമായി അഭിപ്രായം സംഘടിപ്പിക്കുന്നതിനും നായന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഉപജാതി വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി ഒരൊറ്റ സമുദായമെന്ന നില സംജാതമാക്കുന്നതിനും സർവീസ് പത്രം പങ്കുവഹിച്ചു. സുജനാ നന്ദിനി 1891 കൊല്ലത്തെ പരവൂരിൽ നിന്നും ആരംഭിച്ച പത്രമാണ് സുജനാ നന്ദിനി. പരവൂർ കേശവൻ ആശാനായിരുന്നു സുജനാ നന്ദിനിയുടെ ഉടമസ്ഥനും പത്രാധിപരും. കേരളഭൂഷണം കമ്പനിയിലെ പ്രസിൽ നിന്നുമാണ് സുജനാ നന്ദിനി പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഇതോടൊപ്പം സുജനാ നന്ദിനി സുഖപത്രം എന്ന പേരിൽ കവിതയ്ക്ക് വേണ്ടി മാത്രം ഒരു പത്രം കൂടി പ്രസിദ്ധീകരിച്ചിരുന്നു. കേരളത്തിലെ പ്രശസ്ത പത്രാധിപരും മലയാള ഗദ്യസാഹിത്യത്തിലെ അതുല്യ പ്രതിഭയുമായിരുന്ന CV കുഞ്ഞിരാമൻ പത്രപ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത് സുജനാ നന്ദിനിയിലൂടെയാണ്. കുമാരനാശാൻ, മൂലൂർ, CS സുബ്രഹ്മണ്യൻ പോറ്റി, CV കുഞ്ഞിരാമൻ തുടങ്ങിയവർ ഈ പത്രത്തിലെ സ്ഥിരം എഴുത്തുകാരായിരുന്നു. പരവൂരിലുണ്ടായ നായർ ഈഴവ ലഹളയെ തുടർന്ന് പ്രസ്സും ഓഫീസും തീവച്ച് നശിപ്പിച്ചതോടെ സുജനാ നന്ദിനിയുടെ പ്രവർത്തനം 1906 നിന്നു. പ്രഭാതം കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള കമ്മിറ്റിയുടെ മുഖപത്രമായിട്ടാണ് ഷൊർണൂരിൽ നിന്ന് സുജനാ പ്രഭാതം നിലച്ചതിനെ തുടർന്ന് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പത്രാധിപരും രാമചന്ദ്രൻ നെടുങ്ങാടി മാനേജറുമായിരുന്ന പ്രഭാതം ഒരു വാരികയായിട്ടായിരുന്നു പത്രം അച്ചടിച്ചു. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രമായ പ്രഭാതം സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു പ്രചരിപ്പിക്കുന്നതോടൊപ്പം പ്രവർത്തകർ, കർഷകർ, 1939 വരെയും CV കുഞ്ഞിരാമനായിരുന്നു പത്രാധിപർ. 1940 മുതൽ ദിനപത്രമായി മാറി. കേരള കൗമുദി ആദ്യം മയ്യനാട്ട് നിന്നും കൊല്ലത്തേക്കും പിന്നീട് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും പ്രസിദ്ധീകരണം മാറ്റുകയുണ്ടായി. കൗമുദിക്ക് പുറമെ നവജീവൻ എന്ന വാരികയും കഥാമാലിക എന്ന മാസികയും CV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അടുത്ത പത്രമാണ് സഹോദരൻ. 1917 മിശ്രഭോജനത്തിന് ശേഷം K. അയ്യപ്പൻ ഒരു ലേഖനം എഴുതി മിതവാദി പത്രത്തിനയച്ചു. എന്നാൽ ഈ ലേഖനം പ്രസിദ്ധീകരിക്കാതെ അവർ മടക്കി അയച്ചു. ഇതോടെ തൻ്റെ ആശയ പ്രചാരണത്തിന് ഒരു പത്രത്തിൻ്റെ ആവശ്യകത അയ്യപ്പന് ബോധ്യപ്പെടുകയും സഹോദരൻ എന്ന പേരിൽ ഒരു പത്രം ആരംഭിക്കുകയും ചെയ്തു. K. അയ്യപ്പൻ സ്ഥാപിച്ച സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായിട്ടാണ് സഹോദരൻ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതോടെ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടാൻ തുടങ്ങി. പറവൂർ
SP പ്രസ്സിൽ നിന്ന് അച്ചടിച്ച പത്രം പള്ളിപ്പുറത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസങ്ങൾ എന്നിവയെ ശക്തിയുക്തം എതിർക്കുകയും മിശ്രവിവാഹം, മിശ്രഭോജനം, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്നിവയെ അങ്ങേയറ്റം പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള മുഖപ്രസംഗങ്ങൾ ജനങ്ങളിൽ ആവേശമുണ്ടാക്കിയിരുന്നു. റഷ്യൻ വിപ്ലവാചാര്യനായ ലെനിനെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ ലേഖനങ്ങൾ എഴുതിയത് സഹോദരൻ പത്രമായിരുന്നു. 1956 ജൂൺ വരെ സഹോദരൻ്റെ പ്രസിദ്ധീകരണം തുടർന്നു. ഭാഷാപോഷിണി. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് വെച്ച് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അധ്യക്ഷനായി കവി സമാജം എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊണ്ടു. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ സഭയായിരുന്നു ഇത്. തുടർന്ന് കവി സമാജം ഭാഷാപോഷിണി സഭ എന്ന പേര് സ്വീകരിക്കുകയും സഭയുടെ ഒരു മുഖപത്രം എന്ന നിലയിൽ ഭാഷാപോഷിണി ഒരു സാഹിത്യ മാസികയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നായിരുന്നു തലവാചകം. അടുത്തത് സന്ദിഷ്ടവാദി. കോട്ടയത്തെ CMS പ്രസ്സിൽ നിന്നും 1867 WH മൂർ എന്ന ഇംഗ്ലീഷുകാരൻ ആരംഭിച്ച പത്രമാണ് സന്ദിഷ്ടവാദി. തിരുവിതാംകൂർ ദിവാൻ മാധവരായരുടെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും ഭരണക്രമത്തെക്കുറിച്ചും നടത്തിയ നിശ്ചിതമായ വിമർശനങ്ങൾ കാരണം പത്രം നിരോധിക്കപ്പെട്ടു. കേരള ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമായിരുന്നു സന്ദിഷ്ടവാദി. അടുത്ത പത്രമാണ് സഹോദരൻ. 1917 മിശ്രഭോജനത്തിന് ശേഷം K. അയ്യപ്പൻ ഒരു ലേഖനം എഴുതി മാതൃഭൂമി. 1923 കോഴിക്കോട്ട് നിന്ന് KP കേശവമേനോന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരണം തുടങ്ങി. കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു തുടക്കം. K. മാധവൻ നായർ, KP കേശവമേനോൻ, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, K. കേളപ്പൻ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര നേതാക്കളായിരുന്നു മാതൃഭൂമിയുടെ പിറവിക്ക് പിന്നിൽ. K. മാധവൻ നായരായിരുന്നു ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ. 1934 ജനുവരി 13 ഗാന്ധിജി മാതൃഭൂമി സന്ദർശിച്ചു. സ്വാതന്ത്ര്യ സമരത്തിനും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും മാതൃഭൂമി വലിയ പിന്തുണ നൽകി. മലയാള മനോരമ. 1888 കോട്ടയം CMS ഹൈസ്കൂളിൽ മലയാളം മുൻഷിയായി പ്രവർത്തിച്ചിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് മലയാള മനോരമ കമ്പനി സ്ഥാപിതമായി. 1888 മാർച്ച് 14 ഈ സ്ഥാപനം മലയാള മനോരമ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു. 1890 മാർച്ച് 22 കോട്ടയത്ത് നിന്ന് ആദ്യ ലക്കം പുറത്തിറങ്ങി. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് മലയാള മനോരമ എന്ന പേര് നിർദ്ദേശിച്ചത്. രാജമുദ്ര തന്നെ ചെറിയ വ്യത്യാസങ്ങളോടെ പത്രത്തിൻ്റെ ആദർശമുദ്രയായി ഉപയോഗിക്കുവാൻ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാൾ അനുവാദം നൽകി. അടുത്ത പത്രമാണ് യുക്തിവാദി. 1929 എറണാകുളത്ത് നിന്നും സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് യുക്തിവാദി. സഹോദരൻ പത്രത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് യുക്തിവാദിയും പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദി പത്രമാണിത്. 1931 മുതൽ MC ജോസഫിൻ്റെ പത്രാധിപത്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നുമാണ് യുക്തിവാദി പ്രസിദ്ധീകരിച്ചത്. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച പത്രമാണ് യുക്തിവാദി. അടുത്ത പത്രം കേസരി. 1930 സെപ്റ്റംബറിൽ A. ബാലകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരിച്ച പത്രമാണ് കേസരി. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും ഭരണകാര്യങ്ങളെക്കുറിച്ചും നിരന്തരം വിമർശിച്ചിരുന്ന പത്രമാണ് കേസരി. 1931 ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ ഭരണം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തെ മൂപ്പേൽപ്പ് പ്രസംഗം എന്ന മുഖപ്രസംഗത്തിലൂടെ കേസരിയിൽ അച്ചടിച്ചു വന്നു. 1932 നിവർത്തന പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതുകയും പിന്തുണ നൽകുകയും ചെയ്ത നിവർത്തന സമുദായേതരർ നടത്തിയ ഏക പത്രം കേസരിയായിരുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾക്കുപരിയായി സാമൂഹിക സാഹിത്യ കലാരംഗങ്ങളിലും കേസരി ശ്രദ്ധ പുലർത്തിയിരുന്നു.
പാശ്ചാത്യ സാഹിത്യത്തെ മലയാള സാഹിത്യത്തിന് പരിചയപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച പത്രങ്ങളിലൊന്നാണ് കേസരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും ധീരനായ പത്രപ്രവർത്തകനായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള.